എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ഭാരതീയനും അഭിമാനവും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് യൂറോപ്പിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള എൻക്വയറീസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ തെളിയിച്ചു കൊടുത്തു. അതായത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് 95+ ആണ്. ശരിക്കും ലോകത്ത് ഒരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്തതാണ് 95+. ശരിക്കും അമേരിക്കക്ക് പോലും അവകാശപ്പെടാനില്ല. അവർ പല ആയുധങ്ങളും സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ 90ക്ക് താഴെയാണ്. എന്നിരിക്കെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ശരിക്കും ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ കരുത്ത് എന്താണെന്ന് ശരിക്കും കാണിച്ചു കൊടുത്തു. അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത സമയത്ത് പാകിസ്ഥാൻ ഒരുപാട് ഡ്രോണുകൾ ഇങ്ങോട്ട് അയച്ചിരുന്നു. ഈ ഡ്രോണുകളൊക്കെ കൊടുത്തതാണ് ശരിക്കും തുർക്കിയാണ് സപ്ലൈ ചെയ്തത്. ഇത്തരം ഡ്രോണുകളൊക്കെ തുർക്കിയും ചൈനയാണ് ഡ്രോണുകൾ കൊടുത്തത്. അപ്പോൾ ചൈന ഈ വിമാനവേദ ഇതൊക്കെ അതായത് എയർ ഡിഫൻസ് സിസ്റ്റമാണ് കൊടുത്തത്. ബാക്കി ഡ്രോണുകളൊക്കെ സപ്ലൈ ചെയ്തത് തുർക്കിയാണ്. അപ്പോൾ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയാണ് ഈ ഡ്രോണുകളൊക്കെ സപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഡ്രോണ് പാകിസ്ഥാൻ അയച്ച് ഒരു ഡ്രോണും ഇന്ത്യയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇന്ത്യൻ ലാൻഡിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത അദാനി എയറോസ്പേസിൽ വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളൊക്കെ കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാന് വിതച്ചത്. അതുമാത്രമല്ല പാകിസ്ഥാൻ യൂസ് ചെയ്യുന്ന ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് നമ്മുടെ ഡ്രോണുകൾ അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് നമ്മുടെ ഡ്രോണുകളൊന്നും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ റഡാറിൽ നിന്ന് പോലും വ്യതിചലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തരം ഡ്രോണുകളിൽ. അപ്പോൾ അത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഡ്രോണുകൾ നിർമ്മിക്കുന്നത് അദാനി എയറോസ്പേസ് ആണ്. അതായത് ഇസ്രായേൽ ഒരു കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് അദാനി എയറോസ്പേസ് ഇന്ത്യക്ക് വേണ്ടി ഡ്രോണുകൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും രണ്ട് രാജ്യങ്ങൾ നമ്മൾ യുദ്ധം നടക്കുമ്പോൾ പല രാജ്യങ്ങളും അവിടുത്തെ ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സസൂക്ഷ്മം നിരീക്ഷിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏത് ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഏത് ആയുധങ്ങൾക്കാണ് കൂടുതൽ പ്രഹരശേഷി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അത് നാളെ നമുക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് വാങ്ങാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അത്ര എക്സ്പേർട്സ് എല്ലാം ക്ലോസ്ലി മോണിറ്റർ ചെയ്യും. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂരിൽ ലോകരാജ്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച ഒരു കാര്യമായിരുന്നു. അതായത് പെഹൽഗാം ഏപ്രിൽ 22 നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. അപ്പോൾ ഇന്ത്യ എങ്ങനെയായിരിക്കും അറ്റാക്ക് നടക്കുന്നത്? പ്രത്യേകിച്ച് നരേന്ദ്രമോദി അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് രാജ്യത്തിനെതിരെ ആര് കൈപ്പൊക്കി വിരൽ ചൂണ്ടി സംസാരിച്ചാൽ പോലും അതിന് ശക്തമായ മറുപടി കൊടുക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അപ്പോൾ ഇത്രയും ഭയാനകമായ ഒരു സംഭവം നടന്നിട്ട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു ലോകരാജ്യങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരുപാട് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇന്ത്യ ഈ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ പരീക്ഷിച്ച ഒരു ഘട്ടമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ. ഏകദേശം ഞാൻ ഒരു കാര്യം പറയാം. അവിടെ പാകിസ്ഥാനിൽ ഏകദേശം 10-25ഓളം ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏർപ്പാടുകളുണ്ടായിരുന്നു. അതൊക്കെ ഇന്ത്യ തകർത്തത് ശരിക്കും ഇന്ത്യൻ മെയ്ഡ് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു. എന്തിനേറെ പറയുന്നത് ഇന്ത്യൻ മെയ്ഡ് ബ്രഹ്മോസ് പോലും അവിടെ പൊട്ടിച്ചത് കൈരാന ഹിൽസിൽ പൊട്ടിച്ചില്ലേ, ആണവായുധം സൂക്ഷിച്ച വലിയ നാശനഷ്ടമല്ല ഉണ്ടായത്. അപ്പോൾ ശരിക്കും ലോകരാജ്യത്തിന് മനസ്സിലാക്കി കൊടുത്തു. അതായത് തുർക്കിയുടെയും ചൈനയുടെ ആയുധങ്ങളുടെ പ്രകടശേഷി ഇന്ത്യയായിട്ട് മാറ്റുരച്ചപ്പോൾ അത് വെറും കളിപ്പാട്ടങ്ങളാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് രാജ്യങ്ങൾ യുദ്ധം നടക്കുമ്പോൾ എല്ലാവരും ഒബ്സർവ് ചെയ്തു. ആ ഒബ്സർവേഷനിൽ അവർക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് വിലയും കുറവാണ്, തദ്ദേശീയമായി നിർമ്മിച്ചതുകൊണ്ട് വിലയും കുറവാണ്. പക്ഷേ പ്രഹരശേഷി അവർ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് അതിൻ്റെ പ്രഹരശേഷി. അപ്പോൾ അവൻ ചൈന നിർമ്മിച്ച എല്ലാ സാധനങ്ങളും ഇന്ത്യ വളരെ സോഫ്റ്റായിട്ട് അതിനെ അടിച്ചിട്ടു, വലിയ അധികം എഫേർട്ട് എടുക്കാതെ തന്നെ. അപ്പോൾ അന്താരാഷ്ട്ര വെപ്പൺ മാർക്കറ്റിൽ ഇന്ത്യക്ക് വലിയൊരു മൈലേജ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത, അർമേനിയ ഇന്ത്യയിൽ നിന്ന് ഓൾറെഡി ഒരുപാട് വെപ്പൺസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ അസർബൈജാനായിട്ടുള്ള യുദ്ധത്തിൽ അവർക്ക് മേൽക്കൈ നേടാൻ സഹായിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള, അതായത് ചീപ്പ് റേറ്റിന് അവർ വാങ്ങിയ ഇന്ത്യൻ മെയ്ഡ് വെപ്പൺസ് ആയിരുന്നു. അപ്പോൾ അതുപോലും അവർക്ക് അതിന് തുർക്കിയും ചൈനയും അമേരിക്ക വരെ അവർക്ക് അസർബൈജാൻ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുപോലും ഇന്ത്യയുടെ ആയുധങ്ങൾ ഉള്ളതുകൊണ്ടാണ് അസർബൈജാൻ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നാണ് അർമേനിയ പറഞ്ഞത്. അപ്പോൾ അർമേനിയ എന്താ ചെയ്യുക, കഴിഞ്ഞ ദിവസം അവർ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ നമ്മൾ ആയുധങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു ടീമിനെ അയക്കാൻ പോവുകയാണ്. ഒരു 10-15ഓളം വരുന്നൊരു ടീം അടുത്ത ദിവസം ഇന്ത്യയിൽ വരുന്നുണ്ട്, വലിയൊരു കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മെയ്ഡ് വെപ്പൺസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കുറച്ച് ആയുധങ്ങളുടെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കേട്ടോ. അതായത് പിനാക്ക റോക്കറ്റ് ലോഞ്ചർ,
അത് ഇന്ത്യൻ മെയ്ഡാണ്. പ്രിസിഷൻ ഗൈഡഡ് ആർട്ടിലറീസ്, അത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇതിനകത്ത് തന്നെ ചെറുകിടമായ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ പ്രിസിഷൻ ഗൈഡഡ് ആർട്ടിലറീസ് എന്ന് പറയുന്നത്. പിന്നെ സ്വാതി വെപ്പൺ ലൊക്കേഷൻ റഡാർ, അതായത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് വെപ്പൺസിനൊക്കെ അതിൻ്റെ ശരിക്കും ജിയോ ലൊക്കേഷൻ പോയിന്റ് ചെയ്ത് അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൊക്കെ കറക്റ്റ് തരുന്ന ഒരു സാധനമാണ് സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇന്ത്യൻ മെയ്ഡ്, പ്യുവർലി ഇന്ത്യൻ മെയ്ഡാണ്. പിന്നെ അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം, അതായത് ഒരുപാട് ദൂരത്തേക്കൊക്കെ ഭയങ്കര കറക്റ്റ് പോയിന്റ് ചെയ്തിട്ടൊക്കെ ഫയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ടാങ്ക് ഗൈഡഡ് മിസൈൽസൊക്കെ കുറേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അർമേനിയ അടുത്ത ദിവസം ഒരു ടീമിനെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. കൂടാതെ അത് മാത്രമല്ല ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ മെയ്ഡ് വെപ്പൺസിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇങ്ങനെ ബോർഡർ പ്രശ്നം ഷെയർ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ എന്താ പറയണ്ടേ, ഈ റഷ്യ ഉക്രൈൻ വാറിലൊക്കെ ഉണ്ടല്ലോ, റഷ്യയാണ് ഇന്ത്യക്ക് S-400 ഒക്കെ കൊടുത്തത്. പക്ഷേ ഉക്രൈൻ അത് നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് അടിച്ചിട്ടു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ S-400 കൊണ്ട് മാത്രം നടക്കില്ല ഇത്തരം കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ത്യ S-400 മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇന്ത്യ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് ഈ S-400 ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എന്താ പറയുക ഒരു ഇതുപോലും ഇവിടെ പതിക്കാഞ്ഞ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ആ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിന് ഇപ്പോൾ വലിയ ഡിമാൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ഈ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിന് വലിയ രീതിയിലുള്ള ഒരു എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റഷ്യയും ഇന്ത്യയും ചേർന്നിട്ട് ഈ സാധനം ഒരുമിച്ച് എല്ലാം സെല്ല് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഇൻ കേസ് റഷ്യക്ക് പോലും ഇത് ആവശ്യം വരികയാണ്. ഈ ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഇപ്പോൾ ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് S-400 യുക്രൈൻ ഈസി ആയിട്ട് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഉക്രൈനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റഷ്യ പോലും ഇന്ത്യയുടെ ആ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക അത് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ചൈനയ്ക്ക് വലിയൊരു ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മെയ്ഡ്, മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ. അതായത് ചൈനയുടെ ആയുധങ്ങളൊക്കെ വെറും കളിപ്പാട്ടമാണെന്ന് ഇന്ത്യ ഓൾറെഡി പ്രൂവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കാത്തിരിക്കുക, ഇത് ഓരോ ഇന്ത്യക്കാരനും ഓരോ ഭാരതീയനും അഭിമാനവും രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യം ആണെന്ന് പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. നമ്മൾ ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ വലിയൊരു ശക്തിയായി എമേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാസ്റ്റസ്റ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോട്ടെ, നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.